8ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ദ സോവർ എന്ന കവിതയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ടെക്സ്റ്റ് ബുക്കിൽ ഈ കവിതയുമായി ബന്ധപ്പെട്ട് ആദ്യം 3 ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. അവയുടെ ആൻസേഴ്സ് ആദ്യം പരിശോധിക്കാം. ക്വസ്റ്റ്യൻ 1. വാട്ട് ആർ ദ വേരിയസ് ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ഫാമിംഗ്? കൃഷിയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ആൻസർ: പ്ലോയിങ് ദ ഫീൽഡ്സ്, സോയിങ് സീഡ്സ്, manuring, irrigating, harvesting, etc. are the various activities involved in farming. കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്ലോയിങ് ദ ഫീൽഡ്സ് കൃഷിഭൂമി ഉഴുതുമറിക്കൽ, സോയിങ് സീഡ്സ് വിത്ത് വിതയ്ക്കൽ, manuring വളം ചേർക്കൽ, ഇറിഗേറ്റിംഗ് ജലസേചനം നടത്തൽ, ഹാർവസ്റ്റിംഗ് വിളവെടുപ്പ് നടത്തൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട പ്രധാന ആക്ടിവിറ്റീസ്. ക്വസ്റ്റ്യൻ 2. വേർ ഇസ് ദ സ്പീക്കർ സിറ്റിംഗ്? ഈ കവിതയിലെ സ്പീക്കർ എവിടെയാണ് ഇരിക്കുന്നത്? ആൻസർ: ദ സ്പീക്കർ ഈസ് സിറ്റിംഗ് ഇൻ എ പോർച്ച് വേ. സ്പീക്കർ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പുള്ള ആ എൻട്രൻസിലാണ്, അഥവാ വീടിൻ്റെ പൂമുഖത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. ക്വസ്റ്റ്യൻ 3. വാട്ട് ടൈം ഓഫ് ദി ഡേ ഈസ് ഇറ്റ്? ഈ കവിതയിൽ പ്രതിപാദിക്കുന്ന സമയം ഏതാണ്? ആൻസർ: ഇറ്റ് ഈസ് അറ്റ് ദ ടൈം ഓഫ് സൺസെറ്റ്. സന്ധ്യാ സമയമാണ് കവിതയിലെ സംഭവവികാസങ്ങളെ വിശദീകരിക്കുന്ന ആ സമയം. Next, the questions under let's revisit. Question 1. But one sower lingers still. Why does the sower linger? What does the use of the word linger suggest about the sower? കവിതയിലെ ഒരു വരിയാണിത്. But one sower lingers still. ഇപ്പോഴും ആ കൃഷിഭൂമിയിൽ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർഷകൻ അവശേഷിക്കുന്നു, അവിടെ നിൽക്കുന്നു. വൈ ഡസ് ദ സോവർ ലിങ്കർ? എന്തുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം അവിടെ നിലകൊള്ളുന്നത്? വാട്ട് ഡസ് ദ യൂസ് ഓഫ് ദ വേർഡ് ലിങ്കർ സജസ്റ്റ് അബൌട്ട് ദ സോവർ? ആ കർഷകനെ സംബന്ധിച്ച് ലിങ്കർ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ആ പദം പ്രത്യേകമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്? ആൻസർ: ഹി ലിങ്കേഴ്സ് ബിക്കോസ് ഹി വാണ്ട്സ് ടു ഫിനിഷ് സോയിങ് ദ സീഡ്സ്. ഇപ്പോഴും അദ്ദേഹം ആ കൃഷിഭൂമിയിൽ നിലനിൽക്കുന്നു. അതിനുള്ള കാരണം വിത്ത് വിതക്കുന്ന ആ ജോലി അദ്ദേഹത്തിന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ദ വേർഡ് ലിങ്കർ സജസ്റ്റ് ദാറ്റ് ദ സോവർ ഈസ് എ ഹാർഡ് വർക്കർ ആൻഡ് എ ഡെഡിക്കേറ്റ് ഫാമർ. ഈ വൈകിയ സമയത്തും സൂര്യാസ്തമനം കഴിഞ്ഞ് ഇരുട്ട് പരന്ന ആ സമയത്തും അദ്ദേഹം ആ കൃഷിഭൂമിയിൽ നിലകൊള്ളുന്നു എന്നത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം കഠിനാധ്വാനിയായ, സ്വയം അർപ്പിച്ച ഒരു കർഷകനാണ് എന്നാണ്. ഹി വർക്ക്സ് ഈവൻ ആഫ്റ്റർ ദ സൺസെറ്റ്. സൺസെറ്റിന് ശേഷവും സൂര്യാസ്തമനത്തിന് ശേഷവും അദ്ദേഹം തൻ്റെ ജോലി ചെയ്യുന്നു. ക്വസ്റ്റ്യൻ 2. വൈ ഡസ് ദ സ്പീക്കർ ഫീൽ എ ത്രിൽ ഓൺ സീയിങ് ദ സോവർ നൗ? ആ കർഷകനെ കാണുമ്പോൾ കവിക്ക് ഇപ്പോൾ ഒരു ആവേശം തോന്നുന്നു. എന്തുകൊണ്ട്? ഐഡന്റിഫൈ ദ വേർഡ്സ് യൂസ്ഡ് ബൈ ദ പോയറ്റ് ടു എസ്റ്റാബ്ലിഷ് ദിസ്. തനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ ആവേശം തോന്നുന്നു എന്ന് കവി പറയുന്നതിനെ സമർത്ഥിക്കാൻ പറ്റുന്ന വാക്കുകൾ കവിതയിൽ നിന്ന് എടുത്ത് ഉദ്ധരിക്കുക, അത് കണ്ടെത്തുക. ആൻസർ: ദ സോവർ ഈസ് ആൻ ഓൾഡ് മാൻ. ആ വിത്ത് വിതയ്ക്കുന്ന കർഷകൻ പ്രായം ചെന്ന ഒരു കർഷകനാണ്. ബട്ട് ഹി വർക്ക്സ് ഹാർഡ് ഇൻ ദ ഫീൽഡ് ഈവൻ ആഫ്റ്റർ സൺസെറ്റ്. എന്നിട്ടും അദ്ദേഹം സൂര്യാസ്തമനത്തിനു ശേഷവും തൻ്റെ ജോലി കഠിനമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദ പോയറ്റ് ഫീൽസ് എ ത്രിൽ ഓൺ സീയിങ് സച്ച് എ സോവർ. അത്തരത്തിൽ ആത്മാർത്ഥതയും കഠിനാധ്വാനശീലവുമുള്ള ഒരു കർഷകനെ കാണുമ്പോൾ കവിക്ക് മനസ്സിൽ ആവേശം തോന്നുന്നു. ദ പോയറ്റ് യൂസസ് ദ വേർഡ്സ് ഹിസ് സിലുവറ്റ് ഡോമിനേറ്റ്സ് ദ ഫറോസ് ഡീപ് ടു എസ്റ്റാബ്ലിഷ് ദ ത്രിൽ. കവിക്ക് തോന്നിയ ആ ആവേശം
അത് സമർത്ഥിക്കുന്ന വാക്കുകളാണ് ഹിസ് സിലുവറ്റ് ഡോമിനേറ്റ്സ് ദ ഫറോസ് ഡീപ് എന്നീ വാക്കുകൾ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൃഷിക്കു വേണ്ടി കർഷകൻ ഉഴുതുമറിച്ച ആ ചാലുകളിൽ ഇപ്പോഴും അദ്ദേഹം തൻ്റെ അധ്വാനം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ആ ചാലുകളെ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം വരുന്ന വാക്കുകളാണത്. അതാണ് അദ്ദേഹത്തിന്, കവിക്ക് ആ കർഷകനോടുള്ള പ്രത്യേകമായ ആവേശം പ്രകടമാക്കുന്ന വാക്കുകൾ. Question 3. How does the sower go about performing his task? ഏത് രീതിയിലാണ് ധാന്യം വിതച്ചുകൊണ്ടിരിക്കുന്ന ആ കർഷകൻ തൻ്റെ അധ്വാനം ആ കൃഷിഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ആൻസർ: He walks along the field to and fro and scatters the precious grains wide. ആ കൃഷിഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കർഷകൻ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ കൃഷിഭൂമിയുടെ വിശാലത മുഴുവനും അദ്ദേഹം ധാന്യമണികൾ വിതറിക്കൊണ്ടിരിക്കുന്നു. Question 4. In normal circumstances, pearls, diamonds and rubies are referred to as precious. സാധാരണഗതിയിൽ വിലപിടിച്ച രത്നക്കല്ലുകൾ, ഡയമണ്ട്സ്, റുബീസ്, പവിഴം, ഇതൊക്കെയാണ് പ്രഷ്യസ് എന്ന് സാധാരണ പറയാറുള്ളത്, വിലപിടിപ്പുള്ള കല്ലുകൾ എന്നർത്ഥത്തിൽ. In this poem, grain is referred to as precious. എന്നാൽ ഈ കവിതയിൽ ഗ്രെയിൻ, ധാന്യമണി, പ്രഷ്യസ് ആണെന്ന് പറയുന്നു. Why does the poet consider grain precious? എന്തുകൊണ്ടാണ് കവി ധാന്യമണിയെ വിലപിടിപ്പുള്ള ഒന്നായിട്ട് പരിഗണിക്കുന്നത്? ആൻസർ: The grains will grow as crops. ഈ ധാന്യമണികൾ ആ കർഷകന്റെ വിളവായിട്ട് വളരും. ആൻഡ് ദ ക്രോപ്സ് ആർ അവർ ഫുഡ്. ആ വിളവുകളാണ് നമ്മുടെ ഭക്ഷണം. സോ ദ ഗ്രെയിൻസ് ആർ റിയലി പ്രഷ്യസ്. അതുകൊണ്ട് തന്നെ ആ ധാന്യമണികൾ തീർച്ചയായിട്ടും വിലപിടിച്ചതാണ്. Question 5. The poet speaks of the sower as old and in rags in the beginning of the poem. കവിതയുടെ തുടക്കത്തിൽ കവി ആ സോവർ അഥവാ ആ ഫാമറെ കുറിച്ച് ഓൾഡ് ആൻഡ് ഇൻ റാഗ്സ് എന്നാണ് പരാമർശിക്കുന്നത്. വൃദ്ധനായ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു വ്യക്തി എന്ന രീതിയിലാണ് അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. How does this opinion change towards the end of the poem? എന്നാൽ കവിതയുടെ അവസാനമാകുമ്പോഴേക്കും കവിയുടെ മനസ്സിൽ ആ കർഷകനെ കുറിച്ചുള്ള അഭിപ്രായത്തിന് മാറ്റം സംഭവിക്കുന്നു. ഏത് രീതിയിലാണ് ആ മാറ്റം ഉണ്ടാകുന്നത്? എന്താണ് അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായ മാറ്റം? Pick out the lines from the poem. കവിയുടെ അഭിപ്രായ മാറ്റത്തെ പ്രകടമാക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ വരികൾ ഈ കവിതയിൽ നിന്ന് കണ്ടെത്തുക. ആൻസർ: The sower's dedication and hard work generate a feeling of respect towards him in the poet's mind. ആ കർഷകന്റെ ഡെഡിക്കേഷൻ, അദ്ദേഹത്തിന്റെ ആത്മാർപ്പണവും ആൻഡ് ഹാർഡ് വർക്ക്, കഠിനാധ്വാനവും കവിയുടെ മനസ്സിൽ ആ സോവറെക്കുറിച്ച് ഒരു റെസ്പെക്റ്റ് സൃഷ്ടിക്കുന്നു, ഒരു ആദരവ് സൃഷ്ടിക്കുന്നു. ഇതാണ് ആ മാറ്റം. തുടക്കത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വൃദ്ധനായ മുഷിഞ്ഞ വേഷം ധരിച്ച ഒരു മനുഷ്യൻ എന്നുള്ള ഒരു അവഗണന മനോഭാവമായിരുന്നു കവിയുടെ മനസ്സിൽ. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തോടൊരു ആദരവ് തോന്നുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. The line, "Now his gestures to mine eyes are august," shows this change. ഈ മാറ്റം പ്രകടമാക്കുന്ന കവിത വരിയാണിത്. Now his gestures to mine eyes are august. ഇപ്പോൾ ആ കർഷകന്റെ ജസ്റ്റേഴ്സ്, കർഷകന്റെ മൂവ്മെന്റ്സ്, ചലനങ്ങൾ, പ്രവൃത്തികൾ എൻ്റെ കണ്ണുകളിൽ കാണുമ്പോൾ അവ ഓഗസ്റ്റ്, എന്നിൽ ഒരു റെസ്പെക്റ്റ് സൃഷ്ടിക്കുന്നു എന്നർത്ഥം വരുന്ന ഈ വരിയാണ് ആ മാറ്റത്തെ പ്രകടമാക്കുന്നത്. Question 6. Bring out the contrast between the poet and the sower. കവിയും ഫാമറും തമ്മിലുള്ള കോൺട്രാസ്റ്റ്, വിപരീതം, അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വിശദീകരിക്കുക. ആൻസർ: The poet is simply sitting, watching and enjoying sights. കവി
വെറുതെ ഇരുന്ന് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയാണ്. ബട്ട് ദ സോവർ ഈസ് വർക്കിംഗ് ഹാർഡ് ഇൻ ഹിസ് ഫീൽഡ് ഈവൻ ആഫ്റ്റർ ദ സൺസെറ്റ്. എന്നാൽ ആ സോവർ, കർഷകൻ, അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമിയിൽ സന്ധ്യാസമയത്തിനു ശേഷവും സൺസെറ്റ്, സൂര്യാസ്തമനത്തിനു ശേഷവും വളരെയധികം കഠിനമായിട്ട് തന്നെ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കവിയും കർഷകനും തമ്മിലുള്ള വ്യത്യാസം. ഇതോടുകൂടി ദ സോവർ എന്ന കവിതയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിശദീകരിച്ച് പൂർത്തീകരിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് എജുസ്പോർട്ട് എജുവീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.